ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു ദിവസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് 5:30 എണീറ്റു കേട്ടോ. 5:30 എണീറ്റിട്ട് പൂച്ചക്കുട്ടികളെയൊക്കെ തുറന്ന് വിട്ടിട്ട് ഇവിടെ പിന്നിൽ വർക്ക് ഏരിയയിലും കുറച്ച് പേരുണ്ടാവും, പിന്നെ കുറച്ച് പേര് മുകളിലും ഉണ്ടാവും, പിന്നെ കുറച്ച് പേര് മുറ്റത്തൊക്കെ പുറത്തുള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ തുറന്ന് വിട്ടിട്ട് ഞാൻ കുറച്ച് നേരം അവരുടെ ഒപ്പം ഇങ്ങനെ മുറ്റത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 5:30 എണീക്കുന്നുണ്ട്. അപ്പോൾ അവരെവിടെയും പോവില്ല, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 6 മണിയാകുമ്പോൾ ക്യാറ്റ് ഫുഡിൻ്റെ പാത്രമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ക്യാറ്റ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ക്യാറ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിവിടെ അടച്ചിട്ടിട്ട് പോവാമല്ലോ. അപ്പോൾ കുട്ടി പാലിന് പോയിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ വാങ്ങിക്കൊണ്ടിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ടൊക്കെ വേണം വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം. പിന്നെ താഴെയുള്ളവർക്കും കൊടുക്കണം. അപ്പോൾ ഇവരെന്നോട് കളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ക്യാറ്റ് ഫുഡൊക്കെ കഴിച്ച് പാലും കുടിച്ച് കഴിഞ്ഞാൽ അവർ സമാധാനമാവും കേട്ടോ. പിന്നെ അവരെ കൊണ്ട് വലിയ പ്രശ്നമില്ല. രാവിലെ അതങ്ങോട്ട് കൊടുക്കണം, നേരത്തെ കൊടുക്കണം. എപ്പോൾ കൊടുക്കണോ അപ്പോൾ അവർ ഓക്കെ ആവും. അത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം സ്വൈര്യം തരില്ല കേട്ടോ. പിന്നാലെ നടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതവിടെ നോക്കുമ്പോൾ നമ്മുടെ റോഡൊക്കെ കാണാം കേട്ടോ. 2 ഭാഗത്തെ റോഡും കാണാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടികളുടെ വീടാണല്ലോ അപ്പോൾ ഇത്. നമ്മുടെ വീട് ഇപ്പോൾ താഴെയല്ലേ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മലയും ഒക്കെ കാണാം കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. നോക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടിയും പാത്രമൊക്കെ കുലുക്കിയിട്ട് അവരിതിൻ്റെ ഉള്ളിലിട്ട് പൂട്ടാൻ വേണ്ടിയിട്ടേ ക്യാറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ താഴെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ളവർക്കും കൊടുത്ത് പാൽ അവിടെ കൊടുത്തിട്ട് എന്നിട്ട് കുറച്ച് പാലും കൊണ്ട് ഇനി മുകളിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ പുറത്തും കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്കും കുറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ബഹളം ഉണ്ടാക്കുന്നത് കണ്ടോ. തുറന്നു വിടാൻ പറയാൻ കേട്ടോ. അടച്ചിട്ടത് ഇഷ്ടപ്പെട്ടില്ല അവർക്ക്. അപ്പോൾ നമുക്കങ്ങനെ അടച്ചിടാതിരിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ പൂട്ടിയിടുന്നത് ഇഷ്ടമൊന്നുമല്ല. അവരെ സ്വതന്ത്രമായിട്ട് വിടണം എന്നൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ അടച്ചു പൂട്ടിയിട്ട് അവരെ 10 വർഷം വളർത്തണതും അവരെ സ്വതന്ത്രമായിട്ട് അവർ 2 വർഷം ജീവിക്കുന്നതും ആ 2 വർഷം ജീവിക്കുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലത്. പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ അവരെ അങ്ങനെ തുറന്നു വിടാൻ പറ്റാത്തൊരു സ്ഥിതിയാണല്ലോ. റോഡ് സൈഡും വണ്ടിയും വാഹനവും എല്ലാം കൊണ്ടും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടച്ചിടേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതാ പാലൊക്കെ കൊണ്ടുവന്നു. അതിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്ത്. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലിൽ ഞാൻ ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ ബൊമ്മിക്കുട്ടി ഇരിക്കുന്നത് കണ്ടില്ലേ. ബൊമ്മിക്കുട്ടി യോഗ ചെയ്യണം കേട്ടോ. യോഗയൊന്നുമല്ല സംഭവം, അവിടെ കിളികൾ വരും. അപ്പോൾ ആ കിളികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ബൊമ്മിക്കുട്ടി ഇതാ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ ബൊമ്മിക്കുട്ടി ഇവിടെ ഇരിപ്പായിരിക്കും. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നായക്കുട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് കുറച്ച് പാലും ടൈഗർ ബിസ്ക്കറ്റാണ് കേട്ടോ അതും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് മീനൊക്കെ കൂട്ടി ചോറ് കൊടുക്കും. അതുപോലെ ചപ്പാത്തി പൂരി അതൊക്കെ കഴിക്കും കേട്ടോ. ഇഡ്ഡലി ദോശയൊന്നും കഴിക്കില്ല. പിന്നെ എല്ലാ നായ്ക്കളെ പോലെ ഇതിങ്ങനെ സുന്ദരനായിട്ട് വരും എന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ആ നായ അങ്ങനെ എല്ലാ നായ്ക്കളെ പോലെ ആരോഗ്യമുള്ളൊരു നായയല്ല. പിന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആരും എവിടെ എടുക്കാത്തൊരു നായ എന്ന് പറയില്ലേ, അത് വരുമ്പോൾ ഞാനതിന് ഭക്ഷണം കൊടുക്കണമെന്ന് മാത്രം കേട്ടോ. പാവല്ലേ, നമുക്കറിയാലോ നമ്മൾ മൃഗങ്ങളെ വളർത്തണതല്ലേ. വിശപ്പൊക്കെ എല്ലാവർക്കും ഒരുപോലെ അല്ലേ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി വിളക്ക് വെക്കലൊക്കെയാണ്. അപ്പോൾ അതിലൊരു ഫോട്ടോ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ പൂവൊക്കെ പൊട്ടിച്ചു കേട്ടോ. പൂവൊക്കെ പൊട്ടിച്ചു വിളക്കൊക്കെ വെച്ചു. എന്നിട്ട് നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തെങ്ങൊക്കെ മുറിച്ചിട്ടേ കുറച്ച് വിറകുണ്ട് കേട്ടോ. അപ്പം എന്നാൽ മഴക്കാലം ആകുമ്പോഴേക്കും അതൊക്കെ അങ്ങോട്ട് കത്തിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുപ്പാണ് കേട്ടോ കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അടുപ്പത്തൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുപ്പത്ത് വെക്കുന്ന ചോറും കൂട്ടാനൊന്നും സാധു ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ പണ്ടൊക്കെ അമ്മയൊക്കെ അടുപ്പിൽ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കുക. സകലത് രാവിലെ തൊട്ട് രാത്രി വരെ അടുപ്പ് എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇന്ന് ദോശയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അടുപ്പത്താണ്. അപ്പോൾ അതാ വാഴത്തണ്ടൊക്കെ മുറിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നല്ലെണ്ണയിൽ ഞാൻ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഞാൻ അരി അടുപ്പത്തിട്ടു കേട്ടോ. കാരണം 11 മണിയാകുമ്പോഴേക്കും നമുക്ക് ചോറാവണമല്ലോ. പൂച്ചക്കുട്ടികൾക്ക് മീനും ചോറും കൂടിയും കൊടുക്കണമല്ലോ. അപ്പോൾ അതാ ദോശയൊക്കെ ചുട്ടെടുത്തു, അരി അടുപ്പത്തിട്ടു. അപ്പോൾ ഇനി കൂട്ടാൻ വയ്ക്കാനൊക്കെ എന്താ കൊടുന്ന് വെച്ചിരിക്കുന്നത്, ചീര കൊടുന്നിട്ടുണ്ട് കേട്ടോ. 2 കെട്ട് ചീര കൊടുന്നിട്ടുണ്ടായിരുന്നു. ഒരു കെട്ട് ചുവന്ന ചീരയും ഒരു കെട്ട് പച്ച ചീര കേട്ടോ. അപ്പോൾ ചുവന്നത് എടുത്തിട്ട് കൂട്ടാനും വയ്ക്കുക, പരിപ്പൊക്കെ ചേർത്തിട്ട് തേങ്ങയൊക്കെ അരച്ച് കൂട്ടാനും വയ്ക്കുക. പിന്നെ പച്ച എടുത്തിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പൂച്ചക്കുട്ടികളൊക്കെ കുറച്ച് നേരം തുറന്നു വിട്ടു കേട്ടോ. തുറന്നു വിട്ടിട്ട് ഇതാ അവരിവിടെ വർക്ക് ഏരിയയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ ഒതുങ്ങിയിരിക്കും കേട്ടോ. നല്ല കുട്ടികളാണ്.
അപ്പം ഇന്ന് രാവിലെ മീൻ വാങ്ങാൻ പോവാണ് കേട്ടോ ബാബുവേട്ടൻ. അല്ലെങ്കിൽ ഇന്ന് രാത്രി വരുമ്പോൾ ബാബുവേട്ടൻ അവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിയിട്ട് വരും. അപ്പോൾ അവിടെ നിന്നൊക്കെ ആകുമ്പോൾ നമുക്കത് മുതലാവും ചെയ്യും, വാങ്ങിക്കഴിഞ്ഞാൽ തോനെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ പല പല മീനുണ്ടാവും, അതാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ പിന്നെ അധികം ചിലപ്പോൾ പല പല മീൻ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഈ പൂച്ചക്കുട്ടികൾക്ക് നത്തളൊക്കെ ആണെങ്കിൽ നല്ല സൗകര്യമാണ്. അപ്പം ഇന്ന് നത്തളൊന്നല്ല, മത്തിയാണ് കേട്ടോ. മത്തിയാണ് ഇവർക്ക് ഇഷ്ടമില്ലാത്ത മീനാണ് കേട്ടോ മത്തി. അപ്പം ഞാനെന്താ മത്തിയൊക്കെ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പം ഇന്ന് അതിൻ്റെ തലയൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവരിവിടെ നിൽക്കണം, ഞാൻ പുറത്ത് പോകണം. അല്ലെങ്കിൽ അവർ പുറത്ത് പോയിട്ട് ഞാൻ അകത്ത് നിൽക്കണം. അവർ അതിന് സമ്മതിക്കണേന്നില്ല. ആ കാഴ്ച കണ്ടിട്ട് ഈ കാണുന്നത് ഞാൻ എങ്ങോട്ട് കിടക്കണോ അവിടേക്ക് തന്നെ അവരും പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അവരെ പറ്റിക്കാനൊന്നും എനിക്ക് പറ്റില്ല, അവരെന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെയോ ഞാനൊരു വിധത്തിൽ ഇതാ പുറത്താക്കിയിട്ട് മത്തി കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മീനിൻ്റെ തല വേവിക്കൊക്കെ ഇഷ്ടമല്ല കേട്ടോ. ഏത് മീനിൻ്റെ ആയാലും ഞാൻ ഇപ്പോൾ എന്നല്ല എപ്പോഴും എനിക്ക് തല വേവിക്കണമെങ്കിൽ ഇഷ്ടമല്ല. തല ഞാൻ ഇനിയിപ്പോൾ എത്ര വലിയ മീനാണ് വെച്ചാലും അത് കളയുക, അല്ലെങ്കിൽ ഇതാ പൂച്ചക്കുട്ടി. ഇവിടുത്തെ പിന്നെ വലിയ മീനിൻ്റെ തലയൊന്നും ഈ പൂച്ചക്കുട്ടികൾ കഴിക്കില്ല, പക്ഷേ മത്തിയുടെ തലയൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പച്ചമീനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ അവർ പച്ചമീൻ കഴിച്ചിട്ട് കുറേ ആയിട്ടോ. ഞാൻ എന്നും മഞ്ഞൾപ്പൊടിയും ഉപ്പിടില്ല, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കണത് തന്നെയാണ് നല്ലതാകുമ്പോൾ നമ്മൾ 4-5 ദിവസമൊക്കെ ചോറ് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് കുറച്ച് വേവിക്കണം, എന്നാലും കുറച്ച് അവർക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അല്ലാതെ കരയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ കൊടുക്കണതാണ് കേട്ടോ. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടല്ലേ കൊടുക്കണത്. പിന്നെ ഇപ്പോൾ പൂച്ചക്കുട്ടികൾ എന്തിനൊക്കെ പിടിക്കുന്നുണ്ട്, പല്ലി, പാമ്പ്, പാറ്റ, എട്ടുകാലി, ഇനി പിടിക്കാത്ത ഒരു ഓന്ത്, എന്തിനൊക്കെ പിടിച്ച് തിന്നണം. അവർക്കൊന്നും സംഭവിക്കുന്നില്ല, കാരണം അവരുടെ ബോഡി അങ്ങനെയാണ് ഈശ്വരൻ അവർ സൃഷ്ടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് പേർഷ്യൻ ക്യാറ്റൊന്നും അല്ലല്ലോ പിന്നെ ഇത് നാടൻ പൂച്ചോളല്ല, ഇതൊരു ടർക്കിഷ് അങ്കോറ എന്ന് പറയുന്ന ഒരു ക്യാറ്റാണ്. അതിൽ നാടൻ പൂച്ചോളം ഉണ്ട് എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എല്ലാ പൂച്ചയും ഉണ്ട് ഇതിൽ, 2-3 തരം പൂച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഒന്ന് കൊടുക്കും, അവരുടെ ഒരു സന്തോഷം കൂടി നോക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ നായക്കുട്ടി അവിടെ ഓടി വന്നു. അപ്പോൾ അവന് 2-3 ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നും ഗുളിക കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ 3ാമത്തെ ഡോസ് ഗുളിക കൊടുത്തിട്ടില്ല, അപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ വാങ്ങുമ്പോഴാണ് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ്ട് ഒരു പുതിയ പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ, കാടൻ പൂച്ച. നമ്മുടെ പെൺകുട്ടികളെ മയക്കി വശീകരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആരൊക്കെയാണ് ഞാൻ വശീകരണത്തിൽ വീഴുക, ആരൊക്കെയാണ് പണി പറ്റിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ അവിടെ വന്നിട്ടോ, ഭയങ്കര ഭംഗിയുള്ള പൂച്ചയാണ് കേട്ടോ. മെയിൽ ക്യാറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ പൂച്ചകളുടെ അതേ പ്രകൃതിയുള്ളൊരു പൂച്ച. അപ്പോൾ ഇതാ നമ്മുടെ നായക്കുട്ടിക്ക് ഇനി ഗുളിക കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കട്ടെ, ഇനി ഉച്ചയ്ക്ക് നമുക്ക് ചോറൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി പൂച്ചക്കുട്ടികളെ ഞാൻ മുകളിലേക്ക് ആക്കാൻ പോകണം. അപ്പോൾ പൂച്ചക്കുട്ടികൾക്കൊക്കെ പച്ചമീനൊക്കെ കൊടുത്തു, ഇനി വേവിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇവരിത് വെറുതെ ഞാൻ കാണിച്ച് കൊണ്ടുപോകുന്നുണ്ടോ മുകളിലിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവർ വിളിച്ച് വരില്ല. അപ്പോൾ ഇനി അവരെ അടച്ചിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. കഴിഞ്ഞോ മണിച്ചിത്ര താഴിട്ട് പൂട്ടി. ആരാ ഈ ഭാഗത്തേക്ക് വരാത്തവരൊക്കെ ഇങ്ങോട്ട് വരുന്നു. ഇപ്പം താഴെയുള്ളവർ കൂടി കുറച്ചും കൂടി കൊടുത്തു കേട്ടോ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ടമ്മ? അപ്പം ഇവരുടെയൊക്കെ പിന്നാലെ പാഞ്ഞിട്ട് എൻ്റെ കോലൊക്കെ ഇങ്ങനെ ഒരു വകയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി മേല് കഴുകണം. അപ്പം ഞാനെന്തെങ്ങനെ എൻ്റെ വേഷമൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഞാൻ ഈ മീനായിട്ട് ഇവരുടെ പിന്നാലെയും ഇവരുടെ റൂം ക്ലീൻ ചെയ്തിട്ടും ഇവരുടെ അപ്പി കോരിയിട്ടും അങ്ങനെ ഇങ്ങനെ നടന്ന്, അപ്പോൾ എൻ്റെ വേഷം ഞാൻ കുളിയെല്ലാം കഴിയും രാവിലെ. എന്നാലും നല്ല ഇങ്ങനെ ഫ്രഷായിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് വന്നിട്ടേക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പഴയ ഡ്രസ്സ് തന്നെ എടുത്തിട്ടിട്ടാണ് കേട്ടോ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി മേല് കഴുകിയിട്ട് വേണം നമുക്ക് ചീര കറി വെക്കണം, ചീര ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതായി കുറിഞ്ഞൊരു കുറേ മീൻ കഴിച്ചിട്ടോ, എന്നിട്ട് എന്നെ ഇനി മീൻ വേണം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് എന്നെ അവളിങ്ങനെ വശീകരിക്കുകയാണ് കേട്ടോ. മീൻ കൊണ്ടുവരൂ എന്ന് പറയാണ് കേട്ടോ. ഞാനാണെങ്കിൽ അതിൽ വീഴും ചെയ്യും. അമ്മേനതാ നോക്ക്, എൻ്റെ കണ്ണ് കണ്ടില്ലേ, ആ 7ാം ഭാഗത്ത് ട്യൂണിട്ട് കൊടുക്കണം. നമ്മുടെ കണ്ണൊക്കെ മാറി കുറിഞ്ഞിക്ക് ഇട്ട് കൊടുക്കണം, അതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി ഒന്ന് മേല് കഴുകി വന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ.
കുറിഞ്ഞി എൻ്റെ ചെവിയിലെന്താ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുന്ന കമൻസൊക്കെ ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ വളർത്തുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അതൊരു സന്തോഷം തന്നെയാണ്. എവിടെയോ ഇരിക്കുന്ന ആൾക്കാർ നല്ലത് വരട്ടെ, നന്നായിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. അതന്നെയല്ലേ നമുക്ക് കിട്ടുന്ന ഒരു കൂലി എന്ന് പറയുന്നത്. അതന്നെയാണ് നമ്മൾ പിന്നെ ഇവരെ വളർത്തേണ്ടതൊന്നും പ്രതീക്ഷിച്ചൊന്നല്ല കേട്ടോ. ആ ഒരു സ്നേഹം കാരണം കൊണ്ട് വളർത്തണമെന്നാണ്. അപ്പോൾ ഒരു 5 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സ്നേഹമൊക്കെ വേണം. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ഞാനിതാ മേല് കഴുകുക അങ്ങനെയുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ തന്നെ സമയം 12 മണിയായിട്ടോ. ഇനി മേല് കഴുകി വന്നിട്ട് വേണം ചീരയൊക്കെ ചട്ടപ്പടയെന്നൊക്കെ അരിയണം. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.